രാഷ്ട്രപതി ഭരണത്തിന് പിന്നാലെ മണിപ്പൂരിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കാൻ നീക്കം നടക്കുകയാണ്. ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് നിരവധി നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. സായുധ സംഘങ്ങൾക്കെതിരായ നടപടികൾ, ആയുധങ്ങൾ വീണ്ടെടുക്കൽ, നിയമവിരുദ്ധ ചെക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്യൽ, ആളുകളെയും സാധനങ്ങളെയും സുരക്ഷിതമായിട്ട് കടത്തിവിടൽ തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ. ഇതിന്റെ ഭാഗമായിട്ട് കൊള്ളയടിക്കുകയോ അനധികൃതമായി കൈവശം വയ്ക്കുകയോ ചെയ്ത ആയുധങ്ങൾ ഉടൻ തന്നെ തിരിച്ചേൽപ്പിക്കാൻ മണിപ്പൂരിൽ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. മെയ്തി സായുധ സംഘമായ അരാംബായ് ടെങ്കോളിലെ 26 അംഗങ്ങളെയും ചില ഗ്രാമ വോളണ്ടിയർമാരെയും കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. വംശീയ കലാപത്തിന്റെ ഭാഗമായ മെയ്തി, കുക്കി വിഭാഗങ്ങളിലെ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ നടപടി സ്വീകരിച്ചു വരികയാണെന്നും കുക്കി ഗ്രൂപ്പുകളുടെ അനധികൃത ചെക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്തു തുടങ്ങിയെന്നും അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊള്ളയടിച്ച ആയുധങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കുന്നവർക്ക് പൊതുമാപ്പ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുമുണ്ട്. ആയുധങ്ങൾ തിരികെ എത്തിക്കാത്തവർക്ക് എതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ആളുകളുടെ സഞ്ചാരവും സാധനങ്ങൾ എത്തിക്കലും സുഗമമാക്കുവാനും നടപടി സ്വീകരിക്കുന്നുണ്ട്. മണിപ്പൂരിലെ ഇന്ത്യ മ്യാൻമർ അതിർത്തിയുടെ നിർമ്മാണം വേഗത്തിലാക്കുവാനും പദ്ധതി ഉണ്ട്. അതിനായി അസം റൈഫിൾസിന് പുറമെ കേന്ദ്ര സായുധ പോലീസ് സേനയെ പ്രദേശത്ത് വിന്യസിപ്പിക്കുമെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇതിനിടയിൽ ബീരേൻ സിംഗിന് ഒരു പകരക്കാരനെ കണ്ടെത്താൻ കഴിയാതിരുന്ന BJP രാഷ്ട്രപതിയിലേക്ക് നൽകിയ ഭരണം അട്ടിമറിക്കാൻ അവർ തന്നെ ശ്രമിക്കുകയാണ്. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്ത് കുറഞ്ഞത് 6 മാസത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് നടത്തണം എന്നിരിക്കവേ ഭരണം പ്രഖ്യാപിച്ച് 2 ആഴ്ച തികയും മുൻപുള്ള ഒരു യോഗമാണ് ശ്രദ്ധ നേടുന്നത്. മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്ന് പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ BJP നിയമസഭാ അംഗങ്ങളിൽ ഒരു വിഭാഗം പാർട്ടി ഓഫീസിൽ BJP സംസ്ഥാന പ്രസിഡന്റ് ശാരദയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരുപക്ഷെ ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടായാൽ മണിപ്പൂർ ലോക്സഭാ സീറ്റ് കോൺഗ്രസ് എടുത്ത പോലെ നിയമസഭാ സീറ്റും കൈവിടും എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാകാം ഈ ധൃതി പിടിച്ചുള്ള നീക്കം. ഇനിയൊരു തിരഞ്ഞെടുപ്പുണ്ടായാൽ BJPക്കെതിരെ മണിപ്പൂർ കുത്തുമെന്ന സത്യം മറയ്ക്കാനാണ് ഇപ്പോൾ ഈ ചെയ്തു കൂട്ടുന്നത് എന്നും കാണാം.